മഴത്തോരു മുൻപിലെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തി ബാലേന്ദ്രൻ്റെ അടുത്ത് പറയണേ, ഞാൻ ഇന്ന് ഇവളെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും, വൈജയന്തി ആണെങ്കിൽ വിടും എന്നൊക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ നമ്മുടെ അലീനയാണെങ്കിൽ പിടിച്ച് ഗേറ്റിന് പുറത്ത് തള്ളുന്നതാണ്. ഭവിത വാ പൊത്തി പിടിക്കുന്നുണ്ട്. കാരണം ബഹളം പുറത്ത് കേൾക്കാനും ബാലേന്ദ്രൻ കേൾക്കാതിരിക്കാനും വേണ്ടിയാണെന്ന് തോന്നുന്നു. വാ പൊത്തി പിടിക്കുന്നുണ്ട്. ഹരിയും വൈജയന്തിയും ഭവിതയും കൂടെ കൂട്ടിയാണ് തള്ളി പുറത്ത് കളയുന്നത്. രാജീവ് അവിടെ നിൽപ്പുണ്ട്. അപ്പം നാട്ടുകാരൊക്കെ കണ്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പം വൈജയന്തി പറയുന്നത് ഇവള് പെണ്ണല്ല, ഇത് മുടിക്കാൻ വന്ന പിശാചാണെന്ന് പറയണം. അപ്പോൾ പിന്നെ നമ്മുടെ ഹരിക്കിട്ട് അലീന നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന മിക്കവാറും അലീനയെ കയറി പിടിച്ചുകൊണ്ടായിരിക്കും അവരും കൂടെ പിടിച്ചല്ലേ പുറത്താക്കിയത്. വൈജയന്തി പറയണേ, ഇനി ഈ ഗേറ്റിനകത്തോട്ട് നീ കടന്നു പോകലെന്ന്. അലീന അന്നേരം വൈജയന്തി എടുത്ത് പറയാണ്, എനിക്ക് വിഷമമുണ്ട് പോകുന്നതിൽ, എന്നെ ഓർത്തല്ല മാഡത്തെ ഓർത്താണ് വിഷമം എന്നും പറഞ്ഞ് അലീന പോവുകയാണ്. അപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മളെ ബാലചന്ദ്രൻ പെട്ടിയും കടക്കയൊക്കെ എടുത്ത് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. ഇവരെല്ലാം പുറത്ത് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അലീനെ പിടിച്ച് പുറത്താക്കിയല്ലോ എന്ന് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ കയറി അങ്ങ് പോകും. അപ്പം വലിയ ടൈലിൽ അങ്ങോട്ട് രാജീവ് ചെല്ലുകയാണ്. ഇപ്പം അങ്ങ് തടഞ്ഞു നിർത്താമെന്നും പറഞ്ഞ് കാറിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ നോക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ നേരെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നു. അവസാനം രാജീവ് ചാടി മാറിയാണ് ഇത്. അല്ലെങ്കിൽ രാജീവിൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വൈജയന്തി. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.